നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 10 കൊല്ലം മുഖ്യമന്ത്രിയായി നാട് ഭരിച്ച് മുടിച്ചിട്ടും ആർത്തിക്കൊരു കുറവുമില്ല 81 വയസ്സായ കിഴവനായ മുഖ്യമന്ത്രി പിണറായി വിജയന്. VS-നെ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലരെയും പ്രായത്തിൻ്റെ പേരും പറഞ്ഞ് തടഞ്ഞിട്ടുണ്ട്. സുധാകരനെയൊക്കെ പ്രായത്തിൻ്റെ പേരും പറഞ്ഞാണ് അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത്. പിണറായി വിജയന് മാത്രം ഇളവ്. പാർട്ടി കനൽ ഒരു തരിയായിട്ടുള്ള കേരളത്തിൽ നിന്നും പരിപൂർണമായി പോകണമെങ്കിൽ കോൺഗ്രസിനകത്തെ കെട്ടുറപ്പ് സംവിധാനം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളതും കൂടി അവിടെ വ്യക്തമാക്കേണ്ടതാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ മേന്മ കൊണ്ടൊന്നുമല്ല കഴിഞ്ഞ തവണയും വിജയിച്ചത്, കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം കൊണ്ടാണ്. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം അള്ളുവെക്കുന്നത് കൊണ്ടാണ് അവർ പല മണ്ഡലങ്ങളിലും പരാജയപ്പെടുന്നത്. ഇത് ലീഡറായിരുന്ന കെ കരുണാകരൻ തന്നെ വളരെ വ്യക്തമായി വിശാലമായി വെളിപ്പെടുത്തിയ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം അനുഭവിക്കുന്നൊരു ക്ഷാമമുണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മലബാർ മേഖലകളിൽ കോൺഗ്രസ് നേതൃത്വം അനുഭവിക്കുന്ന ക്ഷാമം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിയോജക മണ്ഡലം ഒഴിച്ചാൽ മറ്റൊരിടത്തും കോൺഗ്രസ് ക്ലച്ച് പിടിക്കുന്നില്ല. പണ്ട് പട്ടാമ്പിയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നേതാക്കൾക്ക് MLA-മാരുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിമറിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. 2011 പോലും കേരളത്തിൽ കോൺഗ്രസിന് CPIM-ൻ്റെ അത്ര MLA-മാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു അപജയമായി തന്നെ കണക്കാക്കി 2026 ശക്തമായി 2001-ൻ്റെ ഒരു തനി ആവർത്തനവുമായി തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാണ്. 80-ൽ കൂടുതൽ അസംബ്ലി സെഗ്മെൻറ്റുകളിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയാൽ ഒന്നാമതായി ലീഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ തമ്മിലടിയും പാരയുമായി മുന്നോട്ട് പോകാതെ കെട്ടുറപ്പോടെ ഒറ്റക്കെട്ടായി 2026 തിരിച്ചു വരണം എന്ന ആവേശത്തോടു കൂടി നിൽക്കുകയാണ് ഏറ്റവും വലിയ വഴി. സുനിൽ കനകോലുവിൻ്റെ നിർദ്ദേശങ്ങളെക്കാൾ ഇവിടെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി തന്നെ മത്സരിക്കണം. നോക്കൂ, എത്രത്തോളം മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് ദയനീയമായി തള്ളപ്പെട്ടത്. 2011-ൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോൺഗ്രസ് പ്രതികരിച്ചിരുന്ന മണ്ഡലങ്ങൾ പലയിടത്തും ഇപ്പോൾ കോൺഗ്രസ്സിന് അവിടെ അപ്രായോഗികമാണ്. പണ്ട് ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെ പലരും മത്സരിച്ച് ജയിച്ച, N ശക്തൻ ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ച നിയമമണ്ഡലം ഇന്ന് കോൺഗ്രസ്സിന് 3-ാം സ്ഥാനത്തുള്ള അവസ്ഥയാണ്. വട്ടിയൂർക്കാവ്, കെ മുരളീധരൻ്റെ തട്ടകമായ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരുന്നു. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് MA വാഹിദ് മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ കോൺഗ്രസ് ഇന്ന് 3-ാം സ്ഥാനത്താണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അപജയം സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം.